ഇന്നത്തെ നമ്മുടെ തജ്വീദ് ക്ലാസ്സിൽ നമ്മൾ സംസാരിച്ചിരുന്നത് ഖത്മുൽ ഖുർആനിനെ കുറിച്ചാണ്. തജ്വീദ് എന്ന കിതാബിലെ നമ്മുടെ അവസാനത്തെ പാഠം ഖത്മുൽ ഖുർആൻ എന്നാണ്. പാഠം 14 ഖത്മുൽ ഖുർആൻ. ഖുർആൻ ഖത്മ് ചെയ്യൽ. നമ്മൾ ഖത്തം തീർക്കുക എന്ന് പറഞ്ഞു കേൾക്കാറുണ്ടാ? റമദാൻ വരികയാണ്. ആ റമദാൻ കഴിഞ്ഞാൽ ചോദിക്കും, അല്ലെങ്കിൽ റമദാൻ ആദ്യത്തെ 10 ആയ കഴിച്ചും നീ എത്ര ജുസായി, അല്ലെങ്കിൽ നീ ഖത്തം തീർത്താന്നൊക്കെ ചോദിക്കും. ഖത്തം അല്ല, ഖത്തം അതും അല്ല. ഇന്ന് മുതൽ നമ്മൾ പറയേണ്ടത് എന്താ? ഖത്മുൽ ഖുർആൻ. ഖത്തം അത് അറബി വാക്കാണ്. അറബി വാക്ക് അല്ല, അറബി വാക്കാണ് അല്ലെ? അറബി എന്ന പേര് തന്നെ അറബിയാണ്. അപ്പൊ നമ്മൾ അറബി വാക്ക് എന്ന് പറയണം. അറബി വാക്കാണ്. അപ്പൊ ഖത്മ് എന്ന് പറയാം. ഖത്മുൽ ഖുർആൻ അങ്ങനെ പറയണം കേട്ടോ. ഓക്കെ, റെഡി ആക്കണം. നമ്മളിത് പഠിക്കുന്ന വെറുതെ അല്ലല്ലോ, പഠിച്ചാൽ പിന്നെ നമ്മളത് പ്രാവർത്തികമാക്കണം. ഇനി ഞാൻ നിങ്ങളോട് ഖത്തം തീർത്തോ എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് വന്നിട്ട് എന്നെ അടിക്കുക, ഇടിക്കുക, എന്തും ചെയ്യാം. ഞാൻ അങ്ങനെ പറയില്ല. പിന്നെ അതുപോലെ മറ്റു വിഷയങ്ങളുടെ പേരുകൾ നമ്മുടെ ക്ലാസ് തുടങ്ങുന്നതിന് മുന്നേ ഞാൻ നിങ്ങളെ എല്ലാ വിഷയങ്ങളുടെയും പേരുകൾ കൃത്യമായി പറഞ്ഞ് ശീലിപ്പിക്കുകയായിരുന്നു അല്ലേ? വേറെ ആരെങ്ങനെ പറയുന്നത് കേട്ടാലും നിങ്ങൾ 1 മുതൽ 5 4ാം ക്ലാസ് വരെ പറഞ്ഞ് ശീലിച്ച അഖീദ, ഐലാക്ക്, താരീഖ്, ഇപ്പൊ അങ്ങനെ പറയാൻ തന്നെ കഴിയുന്നില്ല. ലിസാനുൽ ഖുർആൻ, പിന്നെ അങ്ങനെ അതൊക്കെ മാറിയില്ലേ? എല്ലാവരും മാറ്റി എന്നൊക്കെ പറയാനായിട്ടില്ല, എന്നാലും മാറ്റം വേണം. നമ്മൾ പഠിക്കുന്ന വെറുതെ ആവരുത്. ഓക്കെ, ഖത്മുൽ ഖുർആൻ. ആദ്യമൊക്കെ നിങ്ങൾക്ക് ഖാഇനോട് ഒരു വെറുപ്പ് പോലെ തോന്നും. ഇതെന്തൊരു ഹാർഡാണ്, എന്തിനാ നമ്മൾ ഇങ്ങനെ കഷ്ടപ്പെട്ട ഉച്ചരിക്കുന്നതോ? അതിന്റെ യഥാർത്ഥ ഉച്ചാരണം നമുക്ക് അങ്ങ് പ്രാക്ടീസ് ആയി കഴിഞ്ഞാൽ, നമ്മുടെ തൊണ്ട അതിന് രണ്ട് റെഡി ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്കത് ഉച്ചരിക്കാൻ ഇങ്ങനെ എന്തു പറയും, മനസ്സിങ്ങനെ വെമ്പൽ കൊള്ളും, മനസ്സിങ്ങനെ കൊതിക്കും. ഒരു ഹാ ഉച്ചരിക്കാൻ വന്നിരുന്നെങ്കിൽ എന്ത് രസമായിരുന്നു എന്നിങ്ങനെ തോന്നും. എല്ലാ അറബി അക്ഷരങ്ങളും അങ്ങനെയാണ്. എന്ത് വൃത്തിയാന്നറിയോ? അതുപോലെ നല്ല ക്ലിയർ ആയിട്ടുള്ള ഐന്, ഖൈനിന്റെ സ്ഥാനത്ത് ഖൈൻ ഉച്ചരിക്കുമ്പോൾ എന്ത് രസാണ്. ഖുർആൻ പാരായണത്തിലെ നിയമത്തിൽ ഏറ്റവും നന്നായി ശ്രദ്ധിക്കേണ്ടത്, ഒന്നാമതായി ശ്രദ്ധിക്കേണ്ടത് അക്ഷരങ്ങളുടെ ഉച്ചാരണം ആണ്. 100% ഓക്കെ ആയിരിക്കണം, പെർഫെക്ഷൻ വേണം. ഒരക്ഷരവും മറ്റൊരു അക്ഷരത്തിന്റെ സിഫത്ത് അവകാശപ്പെടാൻ പാടില്ല നമ്മുടെ ഉച്ചാരണത്തിൽ. മനസ്സിലായല്ലോ? ഐന് ക്ലിയറായ ഐന് തന്നെ ആയിരിക്കണം. ഒരു കാരണവശാലും നമ്മൾ ഉച്ചാരണം റെഡിയാക്കാൻ വേണ്ടി ഹ ഉച്ചരിക്കേണ്ട സമയത്ത് ഉഷാറാക്കി സ്ഥിരക്കെട്ട് ഹ എന്ന് ഉച്ചരിക്കാൻ പാടില്ല. ഓരോരുത്തർക്കും അവരവരുടേതായ ഉച്ചാരണമാണ് അവകാശപ്പെട്ടത് അല്ലേ? ഓക്കെ, കൂടുതൽ പറയുന്നില്ല, അത് നമ്മൾ ഒരുപാട് പറയുന്നതാ. നമുക്ക് ഇന്ന് ഖത്മുൽ ഖുർആനിനെ കുറിച്ച് പറയാം. എന്താണ് ഖത്മ് എന്ന് പറഞ്ഞാൽ? ഖത്മുൽ ഖുർആൻ എന്ന് പറഞ്ഞാൽ, ഖത്മ് എന്ന് പറഞ്ഞാൽ പൂർത്തീകരിക്കുക. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഈ പാഠത്തോടെ ഇന്ന് നമ്മൾ തജ്വീദ് എന്ന കിതാബ് തന്നെ ഖത്മ് ചെയ്യാണ് അല്ലെ? തജ്വീദിലെ പാഠം പൂർത്തീകരിക്കുകയാണെന്നാണ് പറഞ്ഞത്. അപ്പോ ഖത്മുൽ ഖുർആൻ, ഖുർആൻ പൂർത്തീകരണം, ഖുർആൻ പാരായണം പൂർത്തിയാക്കുക. എല്ലാ 3 അല്ല 30 ജുസുകളും ഓതി തീർക്കുക ക്രമത്തില്. പറയാം, അതിന്റെ ഡെഫിനിഷൻ പറയാം, നിർവചനം. സൂറത്തുൽ ഫാത്തിഹ മുതൽ അന്നാസ് വരെ മുസ്ഹഫിലെ ക്രമപ്രകാരം തീർത്ത് ഓതുന്നതിന് ഖത്മുൽ ഖുർആൻ എന്ന് പറയുന്നു. സൂറത്തുൽ ഫാത്തിഹ നമുക്കറിയാം, 1ാമത്തെ സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ. അത് മുതൽ അന്നാസ് വരെ എന്ന് പറഞ്ഞാൽ ഏറ്റവും അവസാനത്തെ സൂറത്താകുന്ന സൂറത്തുൻ നാസ്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ് എന്ന് തുടങ്ങുന്ന സൂറത്ത്, ആ സൂറത്ത് വരെ സൂറത്തുകൾ ഉള്ള സൂറത്തുകളൊക്കെ ക്രമപ്രകാരം തീർത്ത് ഓതുന്നതിനാണ്, അല്ലെങ്കിൽ ഓതി തീർക്കുന്നതിനാണ് ഖത്മുൽ ഖുർആൻ എന്ന് പറയുന്നത്. ഇങ്ങനെ തീർത്തവൻ വീണ്ടും ഫാത്തിഹയും അൽ ബഖറ സൂറത്തിലെ ആദ്യത്തെ 5 ആയത്തും ഓതി അടുത്ത ഖത്മ് തുടങ്ങി വെക്കലും ദുആ ചെയ്യലും അനിവാര്യമാണ്. അത് വളരെയേറെ കൂലിയുള്ളതാ. അപ്പോ സൂറത്തുൻ നാസ് കഴിഞ്ഞാൽ മിനൽ ജിന്നതി വന്നാസ്,
അത് കഴിഞ്ഞാൽ പിന്നെ സ്വദഖല്ലാഹുൽ അലീം എന്ന് പറഞ്ഞ് നേരെ ഖത്മിന്റെ ദുആയിലേക്ക് കടക്കുകയല്ല വേണ്ടത്. ഖത്മിന്റെ ദുആയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇത് കഴിഞ്ഞാൽ നേരെ ഒന്നാമത്തെ പേജ് എടുക്കുക, എന്നിട്ട് ഫാത്തിഹ നോക്കി ഓതുക. അതിനുശേഷം ഇപ്പുറത്തെ പേജിലുണ്ടാകും അൽ ബഖറ സൂറത്തിന്റെ ആദ്യത്തെ കുറച്ച് ആയത്തുകൾ. ആ ആയത്തുകളെങ്കിലും ഒന്ന് ഓതി തുടങ്ങി വെക്കുന്നത് നല്ലതാണ്. ഓക്കെ, അതിന് ശേഷമാണ് സ്വദഖല്ലാഹുൽ അദീം എന്ന് പറഞ്ഞ് ഈ നമ്മൾ ഓതിയ ഖത്മുൽ ഖുർആനിന്റെ ദുആ നിർവഹിക്കുക അറബിയിലെ. ഇനി നിങ്ങൾക്ക് എന്ത് ചെയ്യുക, നിങ്ങളുടെ തജ്വീദ് കിതാബൊക്കെ നല്ല നല്ല കുട്ടികളായിട്ട് നിങ്ങൾ സൂക്ഷിച്ചു വെക്കുക. ഓക്കെ, അടുത്ത വർഷവും ഇതേ കിതാബുകൾ തന്നെയാണ് തുടരുന്നത് എന്നാണ് കേട്ടിട്ടുള്ളത്. പുതിയ വിവരം അങ്ങനെയാണ്. 1 മുതൽ 4 വരെയുള്ള ക്ലാസ്സുകളിലെ വിഷയങ്ങളാണ് മാറുന്നത്. 5ാം ക്ലാസ്സിന് അടുത്ത വർഷവും ഇതേ പുസ്തകങ്ങൾ തന്നെയായിരിക്കും എന്ന് കേട്ടിട്ടുണ്ട്, ഉറപ്പില്ല. പറയാം. അപ്പോ അൽ ബഖറ സൂറത്തിലെ അല്പം ആയത്തുകളും ഓതി തുടങ്ങി വെക്കുക എന്നുള്ളത് സുന്നത്താണ്. വദ്ദുഹ മുതൽ അന്നാസ് വരെയുള്ള സൂറത്തുകളുടെ അവസാനം തക്ബീർ ചൊല്ലൽ സുന്നത്താണ്. ഇത് നമ്മൾ നന്നായി ശ്രദ്ധിച്ച് പഠിക്കണം, അല്ലേ? വദ്ദുഹ മുതൽ ഡാഷ് ഡാഷ് സുന്നത്താണ് എന്ന് കൊടുത്തിട്ടുണ്ടാകും. അപ്പൊ നമ്മൾ അതിന്റെ ഇടയിൽ വിട്ട ഭാഗം പൂരിപ്പിച്ചു കൊടുക്കേണ്ടി വരും. ചോദ്യം അപ്പൊ എന്താണ്? വദ്ദുഹ മുതൽ അന്നാസ് വരെയുള്ള സൂറത്തുകളുടെ അവസാനം തക്ബീർ ചൊല്ലൽ സുന്നത്താണ് എന്ന് നമ്മൾ വ്യക്തമായി എഴുതി കൊടുക്കണം, എന്നാലേ നമുക്ക് മാർക്ക് കിട്ടുള്ളൂ. നമ്മളിത് പഠിക്കുക, പരീക്ഷ എഴുതാൻ വേണ്ടി മാത്രം പഠിക്കുന്നതല്ല. നമ്മൾ ഓതി ഖത്മായിട്ട് ഇങ്ങനെ തീർത്ത് ഓതി വരികയാണെങ്കിൽ വദ്ദുഹ സൂറത്ത് എത്തിക്കഴിഞ്ഞാൽ, വദ്ദുഹ സൂറത്ത് കഴിഞ്ഞാൽ അല്ലാഹു അക്ബർ പറയാ. എന്നിട്ട് അടുത്ത സൂറത്ത് അലം നശ്റഹ് തുടങ്ങുക. അലം നശ്റഹ് പൂർത്തിയായാൽ അല്ലാഹു അക്ബർ. എന്നിട്ട് വത്തീനി തുടങ്ങുക, അത് പൂർത്തിയായാൽ അല്ലാഹു അക്ബർ. അതിനുശേഷം ഇഖ്റ ബിസ്മി തുടങ്ങുക, പൂർത്തിയായാൽ അല്ലാഹു അക്ബർ. ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ എന്ന സൂറത്ത് തുടങ്ങുക, പൂർത്തിയായാൽ അല്ലാഹു അക്ബർ. അങ്ങനെ ഓതുക കേട്ടോ, ഇൻഷാ അല്ലാഹ്. ഇതൊക്കെ പഠിച്ചതാ. ഇനി ദുആയിലേക്ക് കടക്കുകയാണ്. ഈ ദുആക്ക് നിങ്ങൾ ഒന്ന് ദുആ ഓതുമ്പോൾ അല്ലെങ്കിൽ നിർവഹിക്കുന്ന സമയത്ത്, ചൊല്ലുന്ന സമയത്ത് ഒരു ക്രമമുണ്ട്. അല്ലാഹുമ്മ ഇന്ന അബീദുക വ അബ്നാഉ അബീദിക വ അബ്നാഉ ഇമാഇക്. ഇപ്പോ ഇവിടെ മുതൽ തുടങ്ങിയാൽ എവിടെ എത്താം? അബ്നാഉ ഇമാഇക് എന്നത് വരെ എത്താം. അല്ലാഹുമ്മ ഇന്ന അബീദുക വ അബ്നാഉ അബീദിക വ അബ്നാഉ ഇമാഇക്, അവിടെ നിർത്താം. എന്നിട്ട് നാസിയതുനാ ബിയദിക മാദിൻ ഫീനാ ഹുക്മുക്, കോമ ഇട്ട് വെക്കാം. നിങ്ങളുടെ കയ്യിൽ പെൻസിൽ ഉണ്ടെങ്കിൽ വേണമെങ്കിൽ ആ സ്ഥലങ്ങളിലൊക്കെ കോമ ഇട്ട് വെക്കാം. എവിടെ? നാസിയതുനാ ബിയദിക മാദിൻ ഫീനാ ഹുക്മുക് അദ്ലുൻ ഫീനാ ഖദാഉക്. എവിടെ കോമ ഇടാം? അദ്ലുൻ ഫീനാ ഖദാഉക എന്ന സ്ഥലത്ത്. എവിടെ മുതൽ? നാസിയതുനാ ബിയദിക മാദിൻ ഫീനാ ഹുക്മുക അദ്ലുൻ ഫീനാ ഖദാഉക نسألك بكل اسم هو لك سميت به نفسك أو أنزلته في كتابك أو علمته أحدا من خلقك أو استأثرت به في علم الغيب عندك أن تجعل القرآن العظيم ربيع قلوبنا ونور أبصارنا وشفاء صدورنا وجلاء أحزاننا وذهاب همومنا وغمومنا وسائقنا وقائدنا إليك وإلى جناتك جنات النعيم وذلك دار السلام مع الذين أنعمت عليهم من النبيين والصديقين والشهداء والصالحين برحمتك يا أرحم الراحمين اللهم اجعله لنا شفاء وهدى وإماما ورحمة. أبدا مرة. اللهم اجعله لنا شفاء وهدى وإماما ورحمة وارزقنا تلاوته على النحو الذي يرضيك عنا. أبدا قوما. اللهم لا تدع لنا ذنبا إلا غفرته ولا هما إلا فرجته ولا دينا إلا قضيته ولا مريضا إلا شفيته ولا عدوا إلا كفيته ولا غالبا إلا رددته ولا عاصيا إلا عصمته ولا فسادا إلا أصلحته ولا ميتا إلا رحمته ولا عيبا إلا سترته ولا عسيرا إلا أيسرته ولا حاجة من حوائج الدنيا والآخرة لك فيها رضا ولنا فيها صلاح
إلا أعنتنا على قضائها في يسر منك وعافية يا أرحم الراحمين والحمد لله رب العالمين وصلى الله على خير خلقه سيدنا محمد وآله وصحبه أجمعين والحمد لله. ഉസ്താദ് ആദ്യം പറഞ്ഞ പാരഗ്രാഫ് ഒന്നുകൂടി പറയോ? എങ്ങനെ? ആദ്യം പറഞ്ഞിട്ടില്ലേ, അതൊന്നുകൂടി പറയോ?